ബംഗ്ലാദേശ് ക്രിക്കറ്റിനെ പിടിച്ചുലക്കുന്ന ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് വനിതാ ടീം ക്യാപ്റ്റൻ നിഗാർ സുൽത്താന ജ്യോതിക്കെതിരെയാണ് മുതിർന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റർ ജഹാനാര ആലം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥിരമായി ജൂനിയർ താരങ്ങളെ മർദ്ദിക്കാറുണ്ടെന്നാണ് ജഹാനാരയുടെ വെളിപ്പെടുത്തൽ. ബംഗ്ലാദേശിലെ പ്രമുഖ പത്രമായ കലർ കണ്ടോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് 32-കാരിയായ പേസ് ബോളർ ദേശീയ ടീമിനുള്ളിലെ ഞെട്ടിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചത്. വനിതാ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നുമായി 108 വിക്കറ്റുകൾ നേടിയ താരമാണ് ജഹാനാര. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ സമാപിച്ച വനിതാ ഏകദിന ലോകകപ്പിൽ ജൂനിയർ താരങ്ങൾ തങ്ങൾക്ക് ഇനി കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ജഹാനാര ആലം പറയുന്നത്. ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് വീണ്ടും അടി കിട്ടുമോ എന്ന ഭയമായിരുന്നു അത്രേ അവർക്ക് ഉണ്ടായിരുന്നത്. ദുബായ് പര്യടനത്തിനിടെ ക്യാപ്റ്റൻ സുൽത്താന ഒരു ജൂനിയർ താരത്തെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ഗുരുതരമായ ആരോപണവും പുറത്തു വന്നിട്ടുണ്ട്. വിമർശിക്കുന്ന ഒരു സാധാരണ വ്യക്തിയായി ജഹാനാരയെ തള്ളിക്കളയാൻ കഴിയുകയില്ല. ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും അനുഭവസമ്പന്നരായ താരങ്ങളിൽ ഒരാളാണ് അവർ. 52 ഏകദിനങ്ങളിലും 83 T20 മത്സരങ്ങളിലും അവർ രാജ്യത്തിനായി കളിച്ചിട്ടുണ്ട്. എന്നാൽ 2024 ഡിസംബറിന് ശേഷം അവർ ബംഗ്ലാദേശ് ജേഴ്സിയിൽ കളിച്ചിട്ടില്ല. ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും അവരെ ഒഴിവാക്കിയിരുന്നു. ലോകകപ്പിൽ ബംഗ്ലാദേശ് 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ ആരോപണങ്ങൾ പുറത്തു വന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. എന്നാൽ ജഹാനാര ആലമിന്റെ ആരോപണങ്ങൾ ക്യാപ്റ്റനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ബംഗ്ലാദേശ് ക്രിക്കറ്റിലെ പക്ഷപാതത്തിനെതിരെയും മുതിർന്ന താരങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിനെതിരെയും അവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. ബംഗ്ലാദേശ് ടീമിലെ താരങ്ങളെല്ലാം ഒരു തരത്തിൽ ഇരകളാണെന്ന് ആലം വ്യക്തമാക്കി. 1-2 പേർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ലഭിക്കുന്നു. തന്നെ പോലുള്ള സീനിയർ താരങ്ങളെ ഒഴിവാക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് 2021 കൊറോണയ്ക്ക് ശേഷം നടന്ന ക്യാമ്പ് മുതലാണെന്നും ജഹാനാര ആലം പറഞ്ഞു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് നിഷേധിച്ചു. ആലമിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതും യാതൊരു സത്യവുമില്ലാത്തതുമാണ് എന്നാണ് BCB വിശേഷിപ്പിച്ചത്. ഈ ആരോപണങ്ങൾ ബോധപൂർവമുള്ളതും ദുരുദ്ദേശപരവും രാജ്യത്തെ അഭിമാനത്തോടെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീമിന്റെ ആത്മവീര്യവും ആത്മവിശ്വാസവും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്ന് ബോർഡ് അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്യാപ്റ്റനായ നിഗാർ സുൽത്താന ജ്യോതി. 28-കാരിയായ വിക്കറ്റ് കീപ്പർ ബാറ്റർ 100-ലധികം T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ബംഗ്ലാദേശ് വനിതാ താരം കൂടിയാണ് അവർ. 2018 വനിതാ T20 ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ വിജയത്തിലേക്ക് നയിച്ച അവർ അന്താരാഷ്ട്ര തലത്തിൽ ടീമിന്റെ പുരോഗതിയിൽ പ്രധാന പങ്ക് വഹിച്ച താരമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റിന്റെ നിർണായക ഘട്ടത്തിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ടീം സ്ഥിരമായ പുരോഗതി കൈവരിക്കുകയും പ്രധാന ടൂർണമെന്റുകളിൽ യോഗ്യത നേടുകയും ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളുമായി മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആരോപണം ഈ മുന്നേറ്റത്തെ തകിടം മറിക്കുന്നതും ആഗോളതലത്തിൽ ടീമിന്റെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്തുന്നതാണെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് BCB ജഹാനാര ആലമിന്റെ പ്രസ്താവനകളെ വേഗം തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നത്. എങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ BCB തയ്യാറാകേണ്ടതുണ്ട്. ജൂനിയർ താരങ്ങളുടെ ഭാവി ഓരോ രാജ്യത്തെ സംബന്ധിച്ചും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഗൗരവമായി എടുക്കണമെന്ന ആവശ്യമാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഉയർന്നു വരുന്നത്.